ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മളുടെ മേട്ടുപ്പാളയം വാഴ കൊലയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ വള്ളി ഇടുന്ന പണിയിൽ തുടങ്ങിയപ്പോൾ 2 ദിവസമായി പയ്യൊന്ന് തുടങ്ങിയിട്ട് വള്ളികളൊക്കെ നിരത്തിയിട്ട് പയ്യെ കുറേശ്ശെ കയറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതേ കണ്ട കൊലച്ചിട്ട് ഒരു 6 പടല മാക്സിമം ഒക്കെ ഉണ്ട്. ആ ഒരു ലെവലിൽ ആ ഒരു സ്റ്റൈലിൽ തന്നെ പോകണം. ഒരു 4-5 പടല അത്യാവശ്യം നിരപ്പുണ്ട്. എല്ലാവരും ഒരുപോലെ കൊലയായിക്കൊണ്ടിരിക്കണ്ട, ഒക്കെ ഒറ്റ ടൈപ്പിൽ ഒരു സമയത്ത് കൊലയായിക്കണണ്ട. ഇപ്പോൾ 1 2 3 4 5 6 7 പടലുണ്ടത്. ചെറിയ ഹൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം പടലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വള്ളി ഇടണേ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വള്ളി ഇടുന്ന പരിപാടിയിലേക്ക് പോകാം. വാഴയ്ക്ക് വള്ളിയിടുമ്പോൾ ഞാനിടുന്നത് പല രീതിയിലാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് മാർഗ്ഗമാണോ ഏറ്റവും നല്ലത്, ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണത് അത് നിങ്ങൾ സ്വീകരിച്ചു. ഞാനിപ്പോൾ ഒരു മാർഗ്ഗം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ലാഡർ വെച്ചിടുന്നത്. ലാഡർ ഇല്ലാണ്ട് തോട്ടിമ ഇടുന്ന പരിപാടി ഉണ്ട്. നമുക്ക് വലിയ വാഴയാണെങ്കിൽ ലാഡർമ എത്തില്ല. അപ്പോൾ ഞാൻ തോട്ടീൻ്റെ ഇടാം, അതും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ലാഡർ വെച്ചിടുന്ന പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. ലാഡർ വെച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊല വന്നേക്കണുണ്ടോ? ഈ കൊല വന്നതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ലാഡർ വെക്കേണ്ടത്. നമുക്ക് ഇടാൻ എളുപ്പം കിട്ടും, പെട്ടെന്ന് നമുക്ക് അതുമ്മേ ലോക്കാക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട കാര്യം, ഞാൻ എടുത്തേക്കണത് 2 വള്ളി എടുത്തത് 4 ആക്കിയേക്കാണ്. ഞാനിത് കട്ട് ചെയ്തിട്ടില്ല, അതൊരു കുടുക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 3 നമ്മൾ മാറുന്നാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്. 3.5 മാറാണ് ഞാൻ എടുത്തേക്കണത്. 2 3 വേണ്ട 3.5 മാറ് നീളമുള്ള 4 വള്ളി. അത് 7 മാറ് നീളത്തിൽ എടുത്തിട്ട് അത് 2 ആക്കിയേക്കണാണ് ഈ സംഭവം. വെറുതെ ഒരു കുടുക്ക് കണ്ട. അത് ആ കുടുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ കുടുക്ക് എടുത്തിട്ട് മുകളിൽ ലോക്കാക്കും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വാഴയുടെ തലയാണെന്ന് വെച്ചോ, അറ്റം നേരെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുടുക്കിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. അതപ്പോൾ ലോക്കായി. വാഴക്കൊല ഇവിടെ കൊലയ്ക്ക് ആ അറ്റത്തുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 വള്ളി നേരെ എടുത്ത് ഇതിൻ്റെ ബാക്കിലോട്ടിടും. അപ്പോൾ വാഴയുടെ അപ്പുറവും ഇപ്പുറവും ഈ 2 വള്ളിയാവും. വേണ്ട, എങ്ങനെ വലിച്ചാലും ഏത് വള്ളി വലിച്ചാലും ഇത് അനങ്ങില്ല. ഇതാണ് നമ്മൾ മുകളിൽ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഊരിയെടുക്കാനും സുഖമാണ്. അതായത് കൊല വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തലവശം വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ എടുത്ത് ഇത് മടക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇടാൻ കയറാൻ പോകണ്ട, മുകളിൽ കയറി ഇടുന്ന ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് മുകളിൽ കൊണ്ടുപോയി പെട്ടെന്ന്, അതായത് 1 മിനിറ്റ് തികച്ച് വേണ്ട ഒരു വാഴയ്ക്ക് വള്ളി മുകളിൽ ഇടാനായിട്ട്. പെട്ടെന്ന് പരിപാടി തീർക്കാം. നേരെ കൊലയുടെ ബാക്കിൽ വേണ്ട ആ ഉടക്കിലേക്കൂടെ അതിങ്ങനെ വെറുതെ ഒന്ന് വലിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണോട്ടാ. കാരണം പെട്ടെന്ന് പരിപാടിയും കഴിയും. നമുക്ക് ഒരുപാട് വാഴയൊക്കെ ഉള്ളപ്പേ പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കണ്ട ഈ സാധനം കണ്ട, ഇനി ലോക്കാണത്, ഇനി ഒരു കാരണവശാലും അത് പോവില്ല. പിന്നെ ഇതിൽ നിന്ന് 2 എണ്ണം എടുത്ത് ഇതിൽ നിന്ന് 2 വള്ളി എടുക്കുക, ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ആ കെട്ടിയതിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുത്ത് അപ്പുറത്തേക്ക് ഇടാം. പരിപാടി കഴിഞ്ഞ് കണ്ട. 2 വള്ളി ബാക്കിലും 2 വള്ളി പുറകിലും മുമ്പിലും അങ്ങനെ വരും. അപ്പോൾ ബാക്കി പണിയിടി, അതായത് നമ്മളിപ്പോൾ മുകളിൽ ലോക്കായില്ലേ, ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, സാധാരണ ഇത് മൊത്തം വള്ളി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എല്ലാം ഇട്ട് വെച്ചിട്ട് നമ്മൾ വലിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യം മുതുകിൽ, അതായത് മുതുകൊള്ളിയില്ലേ ബാക്ക് വശം പയ്യൊന്ന് നിർത്താം. കെട്ടുമ്പോൾ നമ്മൾ കെട്ടുന്നത് ഓപ്പോസിറ്റ് വാഴമ്മ കെട്ടാണെങ്കിൽ തന്നെ കുറച്ച് ഇറക്കി
പകുതിയുടെ മുകളിലേക്ക് കെട്ടാണ്ടിരിക്കുക, പകുതിയുടെ താഴേക്ക് ഒരു ചിറ്റിടാം. കണ്ട, നമുക്കിപ്പോൾ ചിറ്റിടാനൊക്കെ ഇഷ്ടം പോലെ ഇടാം. ആ ചിറ്റ് ഇട്ടിട്ട് കേട്ടോ, കണ്ട പരിപാടി കഴിഞ്ഞു. അതുപോലെ 4 വള്ളി, ബാക്കി 3 വള്ളിയും കൂടി കെട്ടി കഴിഞ്ഞാൽ, ഒരിക്കലും പ്ലസ് രീതിയിൽ കെട്ടരുത്, ഇൻറ്റു രീതിയിൽ കെട്ടണം കേട്ടോ. അത് നിങ്ങൾക്ക് വള്ളി ഇട്ട് പരിചയമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ നമ്മൾ വള്ളി ഇട്ട് ഒരു മാരമായി കുറെ സ്ഥലമൊക്കെ. ഒരാൾക്കുടുക്ക് ഇതാണെങ്കിൽ പെട്ടെന്ന് അടിക്കാനും കിട്ടൂടാ. ഇപ്പൊ നിങ്ങൾ നോക്കി, ആ വാഴയുടെ മുകളിലേക്ക് നോക്കി 4 വശവും ഇൻറ്റു രീതിയിലാണ് കിടക്കണേ, അതായത് പ്ലസ് രീതിയിൽ കിടക്കില്ല. കണ്ട, ഇതിപ്പോ ഒരാൾക്കുടുക്കാണ്, ഒറ്റ വലിയ വലിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ട, പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ നമ്മൾ വള്ളിയിട്ടത് കൊല വന്നതിനാണ് അല്ലേ? കൊല വന്നതിന് ഇടുമ്പോൾ നമുക്ക് പേടിക്കണ്ട, കൊല ഇങ്ങനെ ചാടി അങ്ങനെ എന്താ പറയുക വളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വലിക്കും, ഈ നമ്മൾ സൈഡിലോട്ട് വലിക്കുന്നതനുസരിച്ച് ഇത് ടൈറ്റ് ആവും. ആ മുകൾ വശം നല്ല ടൈറ്റ് ആവും, ഓവർ ടൈറ്റ് അല്ല പറഞ്ഞാൽ ഒരു മീഡിയം ബേസിൽ ടൈറ്റ് ആവും. കൊലയ്ക്കാത്ത വാഴയ്ക്ക് അങ്ങനെ ഇടുമ്പോൾ അവിടെ കൊല വരുന്ന ടൈമിൽ ആ വള്ളി വരുന്ന സ്ഥലം തിങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. സൈഡിൽ നിന്ന് പൊട്ടി മുകളിൽ കൂടെ വരാണ്ട് സൈഡിൽ കൂടെ പോള പൊളിച്ച് കൊല ചാടാൻ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊല വരാത്ത വാഴയ്ക്ക് നമ്മൾ സൈഡിൽ വലിച്ച് കെട്ടുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ കെട്ടണതില്ലേ, കൊല വരാത്ത വാഴയ്ക്ക് ഒരിക്കലും ടൈറ്റ് ചെയ്ത് കെട്ടരുത്, ലൂസാക്കി കെട്ടാം. ഇങ്ങനെ ലൂസാക്കിയിട്ട് കെട്ടിയിടണം കേട്ടാ. അല്ലെങ്കിൽ എന്താ പറ്റുക, അവിടെ വെച്ചിട്ട് കൊല പുറത്തേക്കൂടെ തള്ളിപ്പോവും. ഒരാൾക്കും ഒരു കാരണവശാലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുകൊണ്ട് ഒരു വാഴ പോലും നശിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഇപ്പം കൊല വരാത്ത വാഴയ്ക്ക് ഇങ്ങനെ ലൂസ് ചെയ്ത് വേണം കെട്ടാനായിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഈ പണിയുണ്ട്, ബാക്കി പണി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഇതിൻ്റെ തന്നെ പുതിയ വെർഷൻ ഉണ്ട് കേട്ടോ. അതായത് എളുപ്പത്തിന് ചെയ്യുന്ന വേറൊരു മാർഗ്ഗം കൂടി ഉണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, അതും കൂടി കാണിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.